ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നുമില്ല, ഒരുപാട് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഓൾറെഡി ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്, അത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് രാവിലത്തെ വീഡിയോ ഒന്നുമില്ല, നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിൻ്റെ ആ സമയത്തുള്ള വീഡിയോ ആണ്. നോമ്പ് തുറക്കാൻ തൽക്കാലം ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിന്ന് വീട്ടിലേക്ക് പോവാണ്, നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ പെറുക്കി എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ടുകൊണ്ട് ഞാനും മോളെ എടുത്തിട്ട് ഞാനും ഷെമിയും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാം കൂടി വാരിപ്പെറുക്കിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റൂല. അപ്പോൾ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പോവാണ് കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആശുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ടെടുത്തു. ഈ ഒരു സ്റ്റിക്കറിലുകൊണ്ട് നല്ല സുഖമായിട്ടോ, അത്ര പെട്ടെന്ന് ആ മൈലാഞ്ചിട്ട് കഴിയണറിയും. എന്നാലും കുറച്ച് മെനക്കെടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്തിൻ്റെ ചെരുപ്പും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ ചെരുപ്പിന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ഷോപ്പിൽ അവിടെ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ പോയിക്കാണ്ട് എടുത്തുക്കാണ്ട് പോരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വണ്ടി എടുത്തിട്ട് പോയിട്ടോ. അങ്ങനെ ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ രാത്രി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കിട്ടിയൊരു അവസരം കൂടിയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ പുറത്ത് പോകാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് വീട്ടിൽ നിന്ന് വിടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോകാനും പറ്റില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നായതുകൊണ്ട് രാത്രി ഷോപ്പുകളുണ്ടാവും, പുറത്ത് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. പോകുമ്പോൾ കുറേ ദൂരം പോകാനുണ്ട്. ഞങ്ങൾ എന്താ വെച്ചാൽ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വീഡിയോ എടുക്കണം, അതുപോലെ ഉപ്പിലിട്ട മാങ്ങ കഴിക്കണം, കോഫി കഴിക്കണം, അങ്ങനെയൊക്കെ കുറേ പ്ലാനുണ്ട്. പിന്നെ കുറച്ച് മൈലാഞ്ചി വാങ്ങാനുണ്ട്. അങ്ങനെയായിട്ടാണ് പോകുന്നത്. അതൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അയൽവാസികളൊക്കെ കണ്ടു കേട്ടോ. അവർ പോയിട്ട് വരികയാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ വിട്ടു. എന്ത് രസമാണ് നൈറ്റ് വ്യൂ കാണാനുള്ള. രാത്രി അത് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും പടക്കം പൊട്ടുന്ന ഒച്ചയും പുക പൊന്നുന്ന ഒച്ചയും എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആനക്കയത്തിൽ നിന്ന് പിന്നെ മഞ്ചേരിക്കാണ് പോകുന്നത്. മഞ്ചേരി കുറേ ദിവസത്തേക്ക് ഞങ്ങൾ രാത്രി ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കേട്ടോ, കുറേ ഐക്കണ കണ്ടിട്ട്. പണ്ടൊക്കെ ഞങ്ങളെ ഷെമി എപ്പോഴും കൊണ്ടുപോകാറുണ്ടായിരുന്നു സിനിമക്കോ ഇതിനൊക്കെ. ഇപ്പം അങ്ങനെ അത്രയൊന്നും ഞങ്ങൾ പോവാറില്ല. ഒന്നാമത് എല്ലാവർക്കും ജോലിയുണ്ട്, അപ്പോൾ എല്ലാവരും തിരക്കായിരിക്കും. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചത്തുറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം നല്ല ടയേർഡായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു, ഞങ്ങൾ ഷോപ്പിലേക്ക് പോട്ടു. ഷോപ്പ് വരുന്നത് നമ്മുടെ മഞ്ചേരി തുറക്കൽ ബൈപ്പാസിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറാൻ വേണ്ടി നിന്നു. കയറാന്നാണ് ഷോപ്പിൻ്റെ പേരിട്ടോ. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് അവൾ പറഞ്ഞു, നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ഷോപ്പ് കയറിയപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. കാരണം ഒരുപാട് നല്ല അടിപൊളി കളക്ഷനും പിന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ ഫസ്റ്റ് കോപ്പി സാധനങ്ങളും ഉണ്ട് കേട്ടോ. ബാഗുകളുണ്ട്, അതുപോലെ ചപ്പൽസ്, സാൻഡിൽസ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഓളത് അതേപോലത്തെ ചെരുപ്പ് വേണം എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തിനാ ഈ നേരത്ത് വന്നെന്നൊക്കെ ചോദിച്ചെങ്കിലും പിന്നെ ഷെമിനെയൊക്കെ ചോദിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് ഞങ്ങൾക്ക് പിന്നെ മൈലാഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടത് പിന്നെ നമ്മളെ കിലുക്കത്തിലേക്കാട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ കിലുക്കം മിന്നി തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം കുറേ ആൾക്കാരുണ്ടാവും, രാത്രി നേരം വൈകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയതെങ്കിലും ഷോപ്പ് അടക്കാൻ നേരം വൈകും, അപ്പോൾ പോവാം എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. കാരണം മൈലാഞ്ചി നൈൽക്കോണൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മൾ അർഷുണ്ട്, പിന്നെ പാത്തു ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ അവിടെ കടയിൽ ആദി ഉണ്ടായിരുന്നു, അതുപോലെ എഡ്വി ഉണ്ടായിരുന്നു, പിന്നെ റബി, അക്ഷയ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അക്ഷയ് ഉണ്ടായിരുന്നു, പിന്നെ പാപ്പി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1-2 സാധനങ്ങളായിരുന്നു. കമ്മൽ, നൈൽക്കോണൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന പടക്കങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കട അടക്കാൻ പോവുകയാണ് അവർ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. എന്തോ അറിയില്ല, പെരുന്നാളിനൊരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ 30 നോമ്പ് എടുത്തുകൊണ്ട് കിട്ടുന്നൊരു ഫീലില്ലേ, അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടീ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടോപ്പ് ബോക്സിൽ പോയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനമൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ടീ കുടിക്കാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം വീട്ടിൽ നിന്ന് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഏകദേശം അടക്കാനായിട്ടുണ്ട്, കാരണം സാധനങ്ങളൊക്കെ തീർന്നിക്കണ്. പിന്നെ അവിടെ നല്ല റഷുമാണ്, എല്ലാ സാധനവും തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ ചാരി നിന്നിക്കാണ്ട് ഞങ്ങൾ രണ്ടാളും ഓരോ ചായ കുടിച്ചു. അപ്പോഴേക്ക് വീട്ടിൽ നിന്നൊരു 100 കോൾ വന്നിട്ടുണ്ട് കേട്ടോ. തലങ്ങും കോളാണ്. എവിടെ എത്തി, എന്തായി, എന്തിനാ പോയത്, നേരം വൈകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനം ഇല്ലാതെ ആ ചായയും വേഗം ഊതി കുടിച്ചിക്കാണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് വിട്ടിട്ടോ. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ചിന്ത. കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇടാനുണ്ട്. എനിക്കെന്തായാലും മൈലാഞ്ചി ഇടാൻ പറ്റില്ല, അപ്പോൾ അവൾക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ രാവിലെയൊക്കെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ പറഞ്ഞു, അതൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ കിടന്നുറങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബായ്.